US-ഇന്ത്യ കരാർ വന്നാലും രൂപയുടെ മൂല്യത്തകർച്ച തുടർന്നേക്കാം. ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് നൽകിയത് ബാങ്ക് ഓഫ് അമേരിക്കയാണ്. വ്യാപാര കരാർ നല്ലതാണ്. അത് വിപണിയിലെ സെന്റിമെന്റ് വർദ്ധിപ്പിക്കും, നിക്ഷേപകരിൽ ആത്മവിശ്വാസവും കൂട്ടും. പക്ഷേ ഇതൊരു ഹ്രസ്വകാല ഉത്തേജകം മാത്രമാണ്. രൂപയുടെ മൂല്യത്തകർച്ചയുടെ യഥാർത്ഥ കാരണം US ഫെഡിന്റെ പലിശ നിരക്കുകളോ പണപ്പെരുപ്പമോ അല്ല. പിന്നെയോ ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്മിയും മൂലധന പ്രവാഹത്തിലെ തളർച്ചയുമാണ്. രൂപയ്ക്ക് സ്ഥിരമായ ശക്തി ലഭിക്കണമെങ്കിൽ കരാറിലൂടെ രാജ്യത്തേക്ക് വലിയ തോതിൽ സുസ്ഥിരമായ ഡോളർ പ്രവാഹം വരണം. വെറും പ്രഖ്യാപനം പോരാ, പണം ഒഴുകണമെന്നുമാണ് ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നത്. അതിന് ദീർഘകാല സ്ഥിരത വേണം. അതായത് വ്യാപാര കരാർ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപം രാജ്യത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ മാത്രമേ രൂപ കരുത്താർജിക്കൂ. 2026 വർഷത്തിൽ രൂപയ്ക്ക് കരുത്താവുന്നത് 3 നിർണായക ഘടകങ്ങളാണ്. വിപണിയിലെ വികാരങ്ങൾക്കപ്പുറം രൂപയെ മുന്നോട്ട് നയിക്കുന്ന യഥാർത്ഥ ശക്തികൾ അറിയാൻ ഇപ്പോൾ തന്നെ മൈഫിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ സൈറ്റ്സ് എപ്പിസോഡ് കാണുക. സബ്സ്ക്രൈബ് നൗ മൈഫിൻ പ്രീമിയം.